കേസെടുത്തു എന്ന വിവരം ലഭിച്ചപ്പോൾ പറഞ്ഞായിരുന്നു 1000 കേസാകുമ്പോൾ ഒന്ന് അറിയിച്ചാൽ ഈ സെഞ്ചുറിയൊക്കെ അടിക്കുമ്പോൾ ബാറ്റ് ഉയർത്തി കാണിക്കുന്ന പോലെ അന്നേരം എന്തെങ്കിലും ഒരു കൊടിയോ വല്ല ഉയർത്തി കാണിച്ച് അതിൻ്റെ ഒരു ആഹ്ലാദം പങ്കുവയ്ക്കാം. കേസെടുക്കാവുന്നിടത്തോളം എടുക്കട്ടെ. ശ്രീ MT വാസുദേവൻ നായരൊക്കെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഒരു സർക്കാർ, സംസ്ഥാനത്തെന്നല്ല ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു സർക്കാർ നടത്തുവാൻ കഴിയുന്ന അമിതാധികാര പ്രയോഗത്തിൻ്റെ പാരമ്യമാണ് പിണറായി. അത് അതേപടി തന്നെ തുടരട്ടെ. ഇപ്പോൾ എൻ്റെ ഒരു ആശങ്ക, എൻ്റെ പേരിൽ ഇങ്ങനെ നിരന്തരം കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് നേരെ മൈക്ക് നീട്ടിയ നിങ്ങളുടെ സഹപ്രവർത്തകരായ 2 മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുക്കാൻ പോവുകയാണ് പോലീസ് വൃത്തങ്ങളിൽ തന്നെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ആശങ്ക ഈ പാലക്കാടുള്ള നിങ്ങളും എന്നോടൊപ്പം ഇതിനകത്തും ഒരു കൂട്ടുപ്രതികളായി വരുമല്ലോ എന്നുള്ള ആശങ്ക മാത്രമേ ഉള്ളൂ. അങ്ങനെ കേസൊന്നും കേട്ടാൽ നമ്മളാരും പിന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എടുക്കാവുന്നിടത്തോളം കേസുകൾ എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അതാ പറഞ്ഞേ, എടുക്കാൻ കഴിയുന്ന 1000 കേസാകുമ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം നടത്താം. അതല്ലാതെ ഈ പിണറായി വിജയൻ ഇത് എന്താ വിചാരിക്കുന്ന അയാൾ? യൂത്ത് കോൺഗ്രസ് പോലെ ഇത്രയേറെ സമര പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം. ഇപ്പം ഞാനിരിക്കുന്ന കസേര ആരൊക്കെ ഇരുന്ന കസേരയാണ്? ശ്രീ AK ആൻ്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇരുന്ന പദവിയിലിരിക്കുന്ന ആളാണ് ഞാൻ. അവരൊക്കെ നടത്തിയിട്ടുള്ള പോരാട്ട വീര്യമുണ്ട് ഈ നാട്ടിൽ, അവരൊക്കെ നൽകിയിട്ടുള്ള ലെഗസി ഉണ്ട് ഈ പ്രസ്ഥാനത്തിന്. ആ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ അവരോളം എത്താൻ കഴിയുന്ന ഒരു പ്രവർത്തകരൊന്നും അല്ല എങ്കിലും അവരിരുന്ന പദവിയുടെ ഔന്നിത്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ കേസൊന്നും പറഞ്ഞിട്ട് വല്ലാണ്ട് പിണറായി വിജയൻ വരട്ടാമെന്ന് വിചാരിക്കേണ്ട. എടുക്കാവുന്ന കേസുകൾ എടുത്തോളൂ, അതിനൊന്നും നമ്മൾ മാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേസുകൾ അതിൻ്റെ വഴിക്ക് പോകും, ഞങ്ങളുടെ സമരങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും. ഈ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ് അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ്, DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നിങ്ങൾക്കെതിരെ ട്രോളുകളൊക്കെ ഇറക്കിയിരുന്നല്ലോ. എനിക്ക് നട്ടലുള്ള കാലത്തോളം ഞാനിങ്ങനെ ചെയ്യില്ല, അതായത് ഈ നെഞ്ചുവേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേസിൽ നിന്ന് ജാമ്യം വാങ്ങാൻ ഞാൻ ശ്രമിക്കില്ല, ജയിലിൽ പോകുന്നായിരുന്നല്ലോ. ആ ട്രോളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഇന്ന് DYFI എന്നൊക്കെ പറഞ്ഞാൽ DYFI ഇപ്പോൾ ഒരു ട്രോൾ മെറ്റീരിയലാണ്, അല്ലാതെ ഗൗരവമുള്ള രാഷ്ട്രീയം എന്തെങ്കിലും DYFIക്കാർ അടുത്ത കാലത്ത് പറയാറുണ്ട്. ആകെ ഒന്നെങ്കിൽ എതിരാളികളെ രാഷ്ട്രീയമായി ട്രോൾ ചെയ്യുക, അതല്ല എങ്കിൽ പിണറായി വിജയൻ കുതിരയാണ്, പിണറായി വിജയൻ ഗരുഡനാണ്, പരുന്താണ്, കാക്കയാണെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് എഴുതുക, അതിൻ്റെ ഈരടികൾ വെച്ചിട്ട് തഗ് വീഡിയോ ഇറക്കുക. ഇതല്ലാതെ DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേറെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രസക്തി കേരളത്തിലുണ്ടോ? ആരെങ്കിലും അതിന് രാഷ്ട്രീയ സംഘടനയായിട്ട് കാണുന്നുണ്ടോ? ഇപ്പോൾ ആ വിഷയം DYFIക്കാരൊന്നും പറയുന്നതിന് മറുപടി പറയാനില്ല. MV ഗോവിന്ദൻ ആ ആർഗ്യുമെൻ്റ് പറഞ്ഞായിരുന്നു. MV ഗോവിന്ദൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആ വിഷയത്തെപ്പറ്റി പറഞ്ഞു. ഞാൻ MV ഗോവിന്ദനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, കൈരളിയല്ലേ, കൈരളി ഉൾപ്പെടെ, കൈരളി മാത്രം മതി, വേറെ ആരും വേണ്ട, ബാക്കിയുള്ളവർക്കെതിരെ കേസെടുത്താലോ. കൈരളിയും ഈ MV ഗോവിന്ദനും കൂടി തിരുവനന്തപുരത്ത് വന്നാൽ ഞാൻ ചികിത്സ തേടിയ ആശുപത്രി, ആ ആശുപത്രിയിൽ പോയി MV ഗോവിന്ദൻ പറഞ്ഞതാണോ ഞാൻ പറഞ്ഞതാണോ ശരിയെന്ന് പറയാം. ഈ MV ഗോവിന്ദന് അദ്ദേഹത്തേക്ക് ആരോ ഉപദേശിക്കുന്നത്? അദ്ദേഹത്തെ മാഷെന്നല്ലേ പാർട്ടിക്കാർ വിളിക്കുന്നത്? ആരദ്ദേഹത്തെ ഉപദേശിക്കുന്നത്? കോടതിയിൽ വ്യാജരേഖ ചമച്ചു വന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയാൻ പറ്റുന്നൊരു വാദമാണ്. കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ചാൽ അത് ഫോർജറിക്കെതിരായിട്ട് വേറൊരു കേസല്ലേ? ആ കേസ് എനിക്കെതിരായിട്ട് എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ചികിത്സ തേടിയ ആശുപത്രിയുടെ വിവരങ്ങൾ ആശുപത്രിയിൽ വന്ന് കാണിക്കാൻ ഞാൻ റെഡിയാണ്. MV ഗോവിന്ദൻ തയ്യാറുണ്ടോ? പിന്നെ 2, ഞാൻ എന്താ പറഞ്ഞത്? ഈ കേസിനകത്ത് ഏതെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റിക്ക് ഞാൻ ശ്രമിച്ചോ? ആശുപത്രിയിലായിരുന്നു ഞാനെന്ന വാദം ആദ്യം ഉന്നയിച്ചതാരാ? നിങ്ങൾ ആ കോടതി രേഖ പരിശോധിക്കൂ. ഞാൻ ആശുപത്രിയിലായിരുന്നു എന്നൊരു ആർഗ്യുമെൻ്റ് ആദ്യം ഉന്നയിച്ചത് പ്രോസിക്യൂഷനാണ്, സംസ്ഥാന പോലീസിന് വേണ്ടി. കോടതി ചോദിച്ചു അയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈ പോലീസിൻ്റെ പ്രോസിക്യൂഷനാണ് പറഞ്ഞത് അയാൾ 5 ദിവസക്കാലം ചികിത്സയിലായിരുന്നു. ഞാൻ എൻ്റെ വക്കീലിനോട് പറഞ്ഞു, ജയിലിൽ കിടക്കുമ്പോഴും എൻ്റെ വക്കീലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള, ഇപ്പോൾ എൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് തലച്ചോറിന് പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർക്കൊന്നുമില്ലാത്ത ഒരു മെഡിക്കൽ ഇമ്മ്യൂണിറ്റി എനിക്ക് വേണ്ട, മെഡിക്കൽ ഗ്രൗണ്ടിൽ എനിക്ക് ജാമ്യം വേണ്ട എന്ന് ഞാൻ പറഞ്ഞ നയമാണ്, ഞാൻ പറഞ്ഞ നിലപാടാണ്. പ്രോസിക്യൂഷനാണ് മെഡിക്കൽ സംബന്ധമായ വിവരങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ രേഖകൾ ഞങ്ങൾ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനിയും ഞങ്ങൾ കേസിനെ പേടിക്കുന്നവരാണ്. ഈ കേസിനകത്ത് മുഹമ്മദ് റിയാസ് ചോദിച്ചല്ലോ, എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാഞ്ഞത്? ഈ കേസിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്താൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ? ഇപ്പോൾ ഇവിടുത്തെ MLA, പാലക്കാട് MLA ശ്രീ ഷാഫി പറമ്പിൽ പ്രതിയാണ്. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തു, ഞാൻ നിയമ നടപടിക്കെതിരായി. അദ്ദേഹത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അദ്ദേഹം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്തോ? അങ്ങനെ ജയിലെന്നൊന്നും കേട്ടാൽ പേടിക്കുന്ന ആളുകളല്ല. ജയിലുകൾ ഇനിയുള്ള ദിവസങ്ങൾ നിറയ്ക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം. ആ ജയിലുകൾ നിറച്ചിട്ടുള്ള സമരവുമായിട്ട് പോകും. ഇങ്ങോട്ട് പിണറായി വിജയൻ്റെ 25 പൈസയുടെ അനുകമ്പ ഞങ്ങൾക്ക് വേണ്ട. തിരിച്ച് ഞങ്ങളുടെ സമരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അനുകമ്പയമോ ദാക്ഷിണ്യമോ പിണറായി വിജയനും പാർട്ടി പ്രതീക്ഷിക്കാതിരുന്നാൽ മതി. മറ്റൊരു കാര്യം കൂടി,
ആരാ ഇ.പി. ജയരാജനൊക്കെ പറയുന്ന തമാശകൾ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് രാഷ്ട്രീയ പ്രതികരണമായിട്ട് ചോദിക്കാൻ പാടുണ്ടോ? ഇ.പി. ജയരാജൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ആ തരത്തിൽ ഈ കോമഡി കൈകാര്യം ചെയ്യുന്ന ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുന്നല്ലാതെ ഗൗരവമുള്ള ആരെങ്കിലും പറയുന്നത് ഇ.പി. ജയരാജൻ പറയുന്ന നാളിതുവരെ ഏതെങ്കിലും കാര്യം ഗൗരവമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇ.പി. ജയരാജൻ പറയുന്നതൊക്കെ സത്യമായിരുന്നെങ്കിൽ നമ്മുടെ അലിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇ.പി. ജയരാജൻ പറയുന്നത് സത്യമാണെങ്കിൽ അലിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? അപ്പോൾ അതുകൊണ്ട് ഇ.പി. ജയരാജൻ ഒന്നും പറയുന്നത് നമ്മൾ ആ നിലയ്ക്കുള്ള ഗൗരവം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗോവിന്ദൻ, ശ്രീ M.V. ഗോവിന്ദൻ ആ പാർട്ടിയുടെ ഒരു പാണ്ഡിത്യത്തിൻ്റെ മുഖമാണെന്നാണ് പറഞ്ഞത്. M.V. ഗോവിന്ദന് പോലും പറയേണ്ടി വരുന്നത് പിണറായി വിജയൻ സൂര്യനാണെന്നാണ്. ആ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന അപജയത്തിൻ്റെ പാരമ്യമാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. പിണറായി വിജയനെ വാഴ്ത്താതെ നിലനിൽപ്പില്ല. ഇപ്പോൾ വീണ വിജയനെതിരായിട്ട് ഇ.പി. ജയരാജൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇ.പി. ജയരാജൻ ആ കസേരയിലിരിക്കാൻ പറ്റൂ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.